ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ബൂഡി കാക്കി എന്ന് പറയുന്ന ആ ഒരു ബ്ലർബ് ഉണ്ടായിരുന്നു, ശസ്തി ഉണ്ടായിരുന്നു അല്ലെ. അതിനെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഒരു വൺ ഷോട്ട് റിവിഷൻ ആയിട്ട് മക്കൾ കണ്ടാൽ മതി. അത് വായിച്ചപ്പോൾ തന്നെ പല ആളുകളുടെയും കിളി പോയിട്ടുണ്ടാവും. കാരണം വളരെ കട്ടിയുള്ള ഒരു ലാംഗ്വേജിലാണ്. ഹിന്ദി തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്താണ് ഈ ഒരു ഹിന്ദി എന്ന് പറയുന്നത് കുറച്ച് അധികം നമുക്ക് എന്താണ് ഊതു പ്രോത് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാത്ത കുറെ വാക്കുകളും കുറച്ച് കട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിക്കാനും ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. അതിനൊരു എന്ത് ചെയ്യാം, അതിനൊരു തീരുമാനം നമുക്ക് ഇപ്പൊ ഇതിൽ ഉണ്ടാക്കാം. നമുക്ക് ഒരു 8 പോയിന്റോട് കൂടി എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഈ ബൂഡി കാക്കി എന്ന് പറയുന്ന ഈ ബ്ലർബ് അല്ലെങ്കിൽ ശസ്തി മുഴുവനായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഈ വീഡിയോ ഫുൾ എന്റെ മക്കൾ കണ്ടാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ശസ്തി, എന്താണ് ബ്ലർബ് എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. ഒന്നുമില്ല, ഒരു മക്കൾ ഒരു ബുക്ക് എടുക്കുക എന്ന് വിചാരിക്കുക. ആ ബുക്ക് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ബുക്കാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യുക, അതിന്റെ ബാക്കിൽ ഒന്ന് നോക്കൂ അല്ലെ. ബാക്കിൽ നോക്കുന്ന സമയത്ത് എന്താണ് കുഞ്ഞൊരു റിവ്യൂ കണക്ക് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ള ഒരു രീതിയിൽ എന്ത് തന്നിട്ടുണ്ടാവും, നമുക്ക് ഒരു കുഞ്ഞൊരു കുറിപ്പ് പോലെ തന്നിട്ടുണ്ടാവും അല്ലെ. അതിന് നമുക്ക് എന്ത് പറയാം, ബ്ലർബ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ റിവ്യൂ ഒക്കെ ഉണ്ടാവത്തില്ലേ. ഇപ്പം നിങ്ങളിപ്പം ഈ ഒരു FBയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലെ ത്രെഡിലൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാവും, എന്താണ് ഓരോ പോസ്റ്റ് പോലെയൊക്കെ എന്താണ് ഓരോ സിനിമയെ കുറിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ഓരോ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇല്ലേ. അതിന് നമുക്ക് എന്ത് പറയാം, ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഫിലിമിന്റെയോ അല്ലെങ്കിൽ എന്താ ഒരു പുസ്തകത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കഹാനി അല്ലെങ്കിൽ നോവൽ അതിന്റെയൊക്കെ എന്താണ് നമുക്ക് അതിനൊക്കെ ഒരു റിവ്യൂ കണക്കിയുള്ള ഒരു സംഭവമായിട്ട് ഈ ശസ്തി അല്ലെങ്കിൽ ബ്ലർബിനെ കാണാം കേട്ടോ. ബ്ലർബ് എന്നുള്ള വാക്ക് മക്കൾ കേട്ടിട്ടുണ്ടാവും. ഈ ശസ്തിയാണ് ഹിന്ദിയിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ വലിയ സീനൊന്നും ആയി എടുക്കേണ്ട, റിവ്യൂ എന്നുള്ള രീതിയിൽ മാത്രമെങ്കിലും മക്കളെ എടുക്കുക കേട്ടോ. അപ്പൊ ഇത് എന്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്, ഈ ശസ്തി എന്തിനെ കുറിച്ചിട്ടാണ്, ബൂഡി കാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രേംചന്ദ് എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു കഹാനി എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറി പിന്നീട് എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ഫിലിമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഫിലിം എന്താണ്, ബൂഡി കാക്കി എന്ന് തന്നെയാണ് ഫിലിമിന്റെ പേര്. ഗുൽസാർ ആണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സിനിമയുടെ എന്താണ് നമ്മുടെ കഹാനി, പ്രേംചന്ദിന്റെ കഹാനിയല്ല, ആ സിനിമയുടെ ശസ്തിയാണ്, ബ്ലർബാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. മക്കൾ കണ്ടിട്ടുണ്ടാവതേ ഇങ്ങനൊരു സംഭവം തന്നിട്ടുണ്ട്. വളരെ കുഞ്ഞതായിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷെ എന്താണ് വായിച്ചു കഴിഞ്ഞാൽ അപ്പ കിളി പോവും. അതാണ് ഇതിന്റെ പ്രശ്നം അല്ലെ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത് വായിക്കാതെ തന്നെ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനുള്ള രീതിയിലോട്ട് മിസ്സാക്കി തരും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഇതെന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുക കേട്ടോ. അപ്പൊ നോക്കാം, ബൂഡി കാക്കിയാണ്, ഗുൽസാർ ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, ഈ ഡയറക്ടർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, പ്രേംചന്ദ് ആണ് ഈ കഹാനി എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഇതിനെ കുറിച്ചുള്ള മുഴുവൻ ഐഡിയ എന്നുള്ളതാണ് ഇത് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫിലിം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ യൂട്യൂബിൽ തന്നെ ആ ഫിലിം ഉണ്ട്. മക്കൾ കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യാം, ആ ഫിലിം ഒന്ന് പോയി കാണും കേട്ടോ. അപ്പൊ നമ്മുടെ ബൂഡി കാക്കിയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കഥ ആദ്യം പറയാം. അപ്പൊ അത് മനസ്സിലാക്കിയാൽ തന്നെ എന്തായി, നമ്മുടെ ഈ ഒരു ഇത് പഠിക്കാൻ വളരെ ഈസി ആയി കേട്ടോ. അപ്പൊ സംഭവം ഒന്നുമില്ല, ബൂഡി കാക്കി എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, വയസ്സായിട്ടുള്ള ആന്റി എന്നുള്ളതാണ്. അപ്പൊ ഈ വൃദ്ധരായുള്ള ആളുകൾ എന്താണ് പലപ്പോഴും ആരും നോക്കാതെ, അവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കാതെ അവരെ ഉപേക്ഷിക്കുന്ന ഒരു സംഭവം ഇല്ലേ, അതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു സിനിമ തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എന്താണ്, ഒരു നല്ലൊരു ഫാമിലിനെ കാണിച്ചിട്ടാണ്. അപ്പൊ ഫാമിലിത്തെ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ബുദ്ധിറാം എന്ന് പറയുന്നത്. ബുദ്ധിറാം അതായത് നമ്മുടെ ബൂഡി കാക്കിയുടെ മരുമകനാണത് കേട്ടോ. മരുമകൻ എന്ന് വെച്ചാൽ സഹോദരിന്റെയോ സഹോദരന്റെയോ ഒക്കെ എന്താണ് മകനായിട്ട് നമുക്ക് കാണാം. ബുദ്ധിറാം എന്നാണ് ഇവരുടെ പേര് കേട്ടോ. ഇവരുടെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്, രൂപ എന്ന് പറയുന്നത്. ഇവർക്ക് 2 മക്കളാണുള്ളത്. ഒരു ചോട്ട ചെക്കനും ഉണ്ട് എന്നാണ്, പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടി വളരെ ഇമ്പോർട്ടൻസ് ആണ്. പെൺകുട്ടിന്റെ പേര് ലാഡ്ലി എന്നാണ് കേട്ടോ. എന്താ പേര്, ലാഡ്ലി എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ നോക്കാം, ഇവർ ഈ ഫാമിലി മൊത്തം എന്താണെന്നറിയോ, ഈ ബൂഡി കാക്കിനെ ഭയങ്കര മോശമായിട്ടാണ് ഇതാക്കുക. പക്ഷെ ഈ കുട്ടി ഒഴിച്ചു കേട്ടോ. നമ്മുടെ ബുദ്ധിറാം ആവട്ടെ, രൂപയാവട്ടെ, പിന്നെ ഇത് ഈ ചോട്ട ചെക്കനാവട്ടെ, ഇതിന്റെ കയ്യിലിരിപ്പ് ഭയങ്കര മോശമാവട്ടെ. ചോട്ട ചെക്കനൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നുണ്ട്, ഈ ചെക്കനിൽ തുപ്പൊക്കെ ചെയ്യും നമ്മുടെ ബൂഡി കാക്കിനെ കണ്ടു കഴിഞ്ഞാൽ. എന്നിട്ട് കളിപ്പിക്കുക, വെറുതെ തുപ്പുക, ഇങ്ങനത്തെ ഓരോ വിക്രസുകളാണ് ഈ ചെക്കൻ ഇതാക്കുക കേട്ടോ. അപ്പൊ ഈ ചെക്കനൊന്നും ബൂഡി കാക്കിന് യാതൊരു എന്തില്ല, വിലയില്ല, ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും കാണിക്കാറില്ല കേട്ടോ. അപ്പൊ ആകെ ഈ ബൂഡി കാക്കിന് ഇതാണ് നമ്മുടെ ബൂഡി കാക്കി കേട്ടോ. ഫിലിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ എന്താണ് ഇതിൽ ആകെ ബൂഡി കാക്കിനോട് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ലാഡ്ലി എന്ന് പറയുന്നത് ഈ കുഞ്ഞുമോളാണ്. അപ്പൊ ഇവര് ശരിക്കും ഭക്ഷണമൊന്നും കൊടുക്കത്തില്ല നമ്മുടെ ബൂഡി കാക്കിക്ക്. അപ്പൊ ഈ കുഞ്ഞുമോൾ ഉണ്ടല്ലോ, ഇങ്ങനെ കാണാതെ എന്ത് ചെയ്യും, അവൾക്ക് കൊടുത്ത ഭക്ഷണത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് എന്ത് ചെയ്യും എടുത്തിട്ട് നമ്മുടെ ആർക്ക് കൊടുക്കുന്ന, നമ്മുടെ ഈ ഒരു ബൂഡി കാക്കി കൊണ്ടു കൊടുക്കുന്ന പരിപാടിയൊക്കെയാണുള്ളത്. ബൂഡി കാക്കിനെ അവരുടെ വീട്ടിലോട്ട് കിടത്തി വിടൂല കേട്ടോ. അതായത് ഇവർക്കൊരു വീടുണ്ട്, രൂപയ്ക്കും ബുദ്ധിറാമിനും ഒരു വീടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു
ഒരു കുഞ്ഞു വീട് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അവിടെയാണ് നമ്മുടെ ബൂഡിക്കാക്കി താമസിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ടൊന്നും കയറ്റത്തില്ല കേട്ടോ അവരെ. അപ്പം അവരെ ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പൊ ഈ ലാഡ്ലി മാത്രം കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ നമ്മുടെ ബുദ്ധിറാമിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമായിരുന്നു കേട്ടോ. ഓക്കെ, ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ഫംഗ്ഷനാണ്. എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഈ ബുദ്ധിറാമും ടീംസും എന്ത് ചെയ്യുന്ന അറിയോ, ഈ ബൂഡി കാക്കിനോട് വരരുതെന്ന് പറയും. രൂപ പറയും, ഇതേ നിങ്ങൾ അങ്ങോട്ടൊന്നും വന്നോ വരുത്, ഞങ്ങൾക്ക് ഒരു നാണക്കേടാണ്, മോശമാണെന്നൊക്കെ പറയും. അപ്പോൾ എന്താ, ഭക്ഷണമൊക്കെ ഞാൻ എന്ത് ചെയ്തോളാം, നിങ്ങൾക്ക് അവിടെ കൊണ്ടു തന്നോളാം, ആ ഫംഗ്ഷന് നിങ്ങൾ വരുകയേ ചെയ്യരുത് പറഞ്ഞിട്ട് രൂപ പറയൂ കേട്ടോ. അപ്പം ഇവരെന്താണ്, ഞാൻ പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ പോലെ നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധിറാം എന്ത് ചെയ്യുന്നറിയോ, ബുദ്ധിറാം ഇവരെ എടുത്ത് ഉന്തിട്ടാളും നമ്മുടെ ഇവിടേക്ക് ആ ഒരു റൂമിന്റെ ഉള്ളിലോട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ്, രാത്രിയായി, ഭയങ്കര രാത്രിയായി, ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ലടാ ആരും. അപ്പൊ ഫംഗ്ഷന്റെ തിരക്കിലായതുകൊണ്ട് രൂപ ഭക്ഷണം കൊടുത്തില്ല. ഭക്ഷണമൊക്കെ അവിടെ എത്തിച്ചിരുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, തുള്ളി ഭക്ഷണം പോലും കൊടുത്തില്ല. അപ്പൊ ഈ ലാഡ്ലി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് ബൂഡിക്കാക്കിനെ വന്ന് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. വെള്ളമൊക്കെ കൊടുക്കും ഇങ്ങനെ, ആ പാവല്ലേ എന്നുള്ള രീതിയിൽ കേട്ടോ. പക്ഷെ ഭക്ഷണം അപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബൂഡിക്കാക്കിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ രാത്രിയായപ്പോഴാണ് നമ്മുടെ രൂപയ്ക്ക് എന്തോ ഓർമ്മ വന്നത്, അയ്യോ ബൂഡിക്കാക്കിക്ക് ഭക്ഷണം കൊടുത്തില്ലല്ലോ എന്നുള്ളത്. രൂപ ഭയങ്കര ദുഷ്ടത്തി, നമ്മുടെ വില്ലൻ ക്യാരക്ടറായിട്ട് നിങ്ങൾ കാണണ്ട. പക്ഷെ എന്താണ്, ബൂഡിക്കാക്കിനോട് വലിയ താല്പര്യമില്ല അങ്ങനത്തെ ഒരാളായിട്ട്. അപ്പം അവള് പ്ലേറ്റ് ഒക്കെ എടുത്ത് ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് നമ്മുടെ ബൂഡിക്കാക്കിയുടെ റൂമിൽ. അപ്പൊ ബൂഡിക്കാക്കിനെ കാണാനില്ല. നിങ്ങൾ ആലോചിക്കണേ, രാവിലെ തൊട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അവര്. അപ്പൊ നോക്കുന്ന സമയത്ത് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ, ഈ ആൾക്കാരുണ്ടല്ലോ ഭക്ഷണം കഴിച്ച് ഇട്ടിട്ടുള്ള ബാക്കിയിട്ടുള്ള വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കണ്ടോ നിങ്ങൾ, കൂഞ്ഞായിട്ട് കാണുന്നില്ലേ, ഒരു ഇലയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ വേസ്റ്റിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ബൂഡി കാക്കിനെയാണ് ആര് കാണുന്നത്, നമ്മുടെ രൂപ കാണുന്നത്. അപ്പൊ എന്താണ്, ഈ രൂപയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അവളെ തന്നെ, അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നോ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നതും ബൂഡി കാക്കിക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് നമ്മുടെ ഫിലിമിന്റെ അവസാനം കാണിക്കുന്നത്. പക്ഷെ മക്കൾക്ക് ബ്ലർബില് ഇത്രയൊന്നും തരുന്നില്ല. നമ്മുടെ ലാഡ്ലി അവളെ സ്നേഹിക്കുന്നു എന്നുള്ള ഭാഗം, ഈ ഒരു ക്ലൈമാക്സ് ഒന്നും നമുക്ക് ബ്ലർബിൽ തന്നിട്ടില്ല. പക്ഷെ മക്കൾ എന്ത് ചെയ്യണം, ഏതായാലും ബൂഡി കാക്കി പഠിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ബൂഡിക്കാക്കി എന്താന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിലിമി ബ്ലർബിലോട്ട് പോകാം. അതായത് ഫിലിമിന്റെ ശസ്തിയിലോട്ട് പോകാം. സിനിമയുടെയാണ് കേട്ടോ, ഒരിക്കലും പ്രേംചന്ദിന്റെ കഥയുടെ അല്ല, ഗുൽസാർ ഉണ്ടാക്കിയിട്ടുള്ള ഫിലിമിന്റെ ബ്ലർബാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആകെ 8 പോയിന്റേ ഉള്ളൂ. ഈ 8 പോയിന്റും എന്താണ്, ആ ഒരു കടുകട്ടിയുള്ള ഹിന്ദി വളരെ എളുപ്പമായിട്ട് മാറ്റിയതാണ്. അപ്പൊ ഇത് മക്കൾ പഠിച്ചാൽ മതി. ഇത് പഠിച്ചാൽ തന്നെ ബൂഡിക്കാക്കി നിങ്ങൾക്ക് സെറ്റ് ആണ്, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് എഴുതിയെടുക്കാം. മിസ് പറയുന്ന രീതിയിലൊക്കെ മലയാളമൊക്കെ മുകളിൽ എഴുതി വെക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. നോക്കാം, ഇങ്ങനെയായിരുന്നു തുടങ്ങുന്നുണ്ടായിരുന്നത്. എന്താണ്, പ്രേംചന്ദിന്റെ ഒരു സിനിമ അല്ല, ഒരു കഥയാണ് എന്ത് ബൂഡിക്കാക്കി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശസ്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അത് നമ്മൾ പറയുവാണ്. ആധുനിക ഹിന്ദി സാഹിത്യ के प्रशस्त रचनाकार प्रेमचंद की एक मार्मिक कहानी है बूढ़ी काकी. ഇത്രേ പഠിക്കാനുള്ളൂ. നോക്കണേ, ആധുനിക ഹിന്ദി സാഹിത്യം, മോഡേൺ ഹിന്ദി സാഹിത്യത്തിൽ, ഹിന്ദി ലിറ്ററേച്ചറിലെ ഒരു പ്രശസ്തനായിട്ടുള്ള രചനാകാരാണ് പ്രേംചന്ദ് എന്ന് പറയുന്നത്. പ്രേംചന്ദിനെ ഒന്നും നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പൊ പ്രേംചന്ദിന്റെ ഒരു മാർമിക് കഹാനി, മാർമിക് വെച്ചതാണ് നമ്മുടെ ഉള്ളു തട്ടുന്ന എന്നുള്ള രീതിയിലാട്ടോ. ഉള്ളു തട്ടുന്ന, നല്ല മർമ്മപ്രധാനമായിട്ടുള്ള മാർമികമായിട്ടുള്ള ഉള്ളു തട്ടുന്ന രീതിയിലുള്ളൊരു കഹാനിയാണ് ബൂഡിക്കാക്കി എന്ന് പറയുന്നത്. അപ്പൊ ബൂഡിക്കാക്കി പ്രേംചന്ദിനെയാണ്, ഒരു കഹാനിയാണ്. ഇത്ര മാത്രം ആലോചിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുവാണെങ്കിൽ നോക്കിക്കേ, ഇതൊക്കെ നമ്മുടെ അടുത്ത അതേ പോയിന്റ് ആണ്, പക്ഷെ മക്കൾക്ക് കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇസ് കഹാനി മേ ബുഡാപ്പെ കെ സമയ കി സ്ഥിതി കോ ദിഖായാ ഗയാ ഹേ. ഇതൊക്കെ പഠിക്കണം. കാരണം എന്താ പറയുക, മക്കൾക്ക് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിച്ചാലോ, അതായത് ബൂഡിക്കാക്കി എന്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് കണ്ണും പൂട്ടി ആൻസർ ചെയ്ത് എന്താണ്, ഇസ് കഹാനി മേ ബുഡാപ്പെ മീൻസ് എന്താണ്, വാർദ്ധക്യമാണ് ഉദ്ദേശിച്ചുള്ളത് അല്ലെ. എന്താണ്, വാർദ്ധക്യത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുഡാപ്പെ എന്ന് പറയുന്നത്. അപ്പൊ അത് മക്കൾ നോക്കുക, വാർദ്ധക്യം. ഓക്കെ, വാർദ്ധക്യത്തിൽ എന്തിനെ കുറിച്ചിട്ടാണ്, സമയത്തിലെ സ്ഥിതിയെ കുറിച്ചിട്ട്. ആ സ്ഥിതിയെ, വാർദ്ധക്യ സമയത്ത് ഓരോരുത്തർ അനുഭവിക്കേണ്ടി വരുന്ന സ്ഥിതിക്കോ ദിക്കായ ഗയാ ഹേ, ആ സ്ഥിതിയാണ്. സ്ഥിതിക്ക് മന്തി അല്ലേടാ, മലയാളം അല്ലേ, നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു സ്ഥിതിയെ ദിക്കായ ഗയാ ഹേ, അതാണ് കാണിച്ചു തന്നിട്ടുള്ളത് നമ്മൾ എഴുതി കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ബുദ്ധിറാം ഒക്കെ ഇങ്ങനെ പെരുമാറുന്നതും പിന്നെ ബൂഡിക്കാക്കി എന്തുകൊണ്ടാണ് സൈഡിൽ നിൽക്കുന്നതും എന്നുള്ള കാര്യം കൂടി മക്കൾ അറിയണം. നോക്കാം, കഹാനി മേ ഉൻ ലോഗോं के बारे में
ബത്തായ ഗയാ ഹേ. കഥയില് ഈ ഒരു ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് തരം ആളുകളെ നോക്കണേ, ഉൻ ലോഗോं के बारे में. ഇതൊന്നും കാണാതെ പഠിക്കരുതേ മക്കള്, ജസ്റ്റ് ആലോചിച്ച് മാത്രം വെച്ചാൽ മതി കേട്ടോ. കഥ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പൊ നോക്ക് എന്താണ്, ബൂഢേ ലോഗോं की जायदाद संपत्ति लेने के बाद उनकी ഉപേക്ഷ करते हैं. ഇവിടെ നമ്മുടെ ബൂഡിക്കാക്കിയുടെ സ്വത്തൊക്കെ ഉണ്ടല്ലോ, ബൂഡിക്കാക്കി ഫസ്റ്റ് ഒക്കെ എന്താണ്, ബൂഡിക്കാക്കി എന്ന് വിളിച്ചിട്ട് തേനേ പാലേന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ രൂപയും ബുദ്ധിറാമും നടക്കില്ല. കാരണം എന്താണ്, സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ജായദാദ് സമ്പത്തി എന്ന് വെച്ചാൽ സ്വത്തുക്കളാണ് കേട്ടോ. അവർക്ക് ജന്മനായുള്ള കുറെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഈ ബൂഡിക്കാക്കിക്ക് മക്കളില്ലാത്തത് കൊണ്ട് എന്താണ്, ഈ ബുദ്ധിറാമിന്റെ രൂപേന്റെ സ്നേഹം കണ്ടപ്പോൾ ബൂഡിക്കാക്കി എന്ത് ചെയ്തു, എല്ലാ സ്വത്തുക്കളും അങ്ങോട്ട് ബുദ്ധിറാമിനെ എഴുതി വെച്ചു കൊടുത്തു. അതാണ് പറ്റുക കേട്ടോ. അപ്പൊ നോക്കാം, ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്റ്റോറി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത്, കുറെ ആൾക്കാർ ഈ ഒരു വയസ്സായ ആൾക്കാരത്ത് നിന്ന് സ്വത്ത് തട്ടിയെടുത്തിട്ട് അവരെ നോക്കാത്ത പരിപാടിയില്ലേ, ജായദാദ് സമ്പത്തികൾ മൊത്തം എടുത്തിട്ട്, ജായദാദ് സമ്പത്തി വെച്ചത് അവരുടെ സ്വത്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ സ്വത്തുകൾ ലേനേക്ക് ബാദ് എടുത്തതിന് ശേഷം എനിക്ക് ഉപേക്ഷ കരുതേത്തെ. ഉപേക്ഷ കരുണ മീൻസ് എന്താണ്, ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം അല്ലെ. അപ്പൊ ഈ ജായദാദ് സമ്പത്തി എന്നുള്ള ആ വാക്ക് എന്റെ മക്കൾ പഠിക്കണം. ഇവിടെ ബൂഡിക്കാക്കി അവരുടെ ജായദാദ് സമ്പത്തി എന്ത് കൊടുത്തു, നമ്മുടെ ബുദ്ധിറാമിന് എഴുതി കൊടുത്തു അല്ലെ. അത് ലേനേക്ക് ബാദ് എടുത്തതിന് ശേഷം, ലേനേക്ക് ബാദ് എന്നാണ് എടുത്തതില്ലേ, എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, അവരെ ഉപേക്ഷിക്കില്ല, ഉപേക്ഷ കരുത്തേഹെ, അവരെ ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കാം, എന്നിട്ട് നമ്മൾ ബൂഡിക്കാക്കിയുടെ കഥ പറയുവാണ്. അപ്പനെ ബേട്ടയ്ക്ക് മൃത്യുക്ക് ബാദ്, അവരുടെ കുട്ടി മരിച്ചത് നമ്മുടെ ബൂഡിക്കാക്കിന്റെ കേട്ടോ. ബൂഡിക്കാക്കിന്റെ ബേട്ടയുടെ മൃത്യു മീൻസ് മരണമാണ് കേട്ടോ. മരണത്തിന് ശേഷം നമ്മുടെ ബൂഡിക്കാക്കി എന്ത് ചെയ്തു, സാരീ സമ്പത്തി ചെന്നാണ് മുഴുവൻ, ഒരു തരി സ്വത്ത് പോലും അവരുടെ കയ്യിൽ വെച്ചില്ല. കാരണം ബുദ്ധിറാമ രൂപ അത്രയ്ക്ക് സോപ്പിടലായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, അങ്ങ് കൊടുക്കുവാണ് അല്ലെ. നോക്കാം, സാരീ സമ്പത്തി മീൻസ് മുഴുവൻ കേട്ടോ. മുഴുവൻ സമ്പത്തും എന്ത് ചെയ്തു, സമ്പത്തും എന്ത് ചെയ്തു എന്ന് പറയുന്നത്, സമ്പത്തും നമ്മുടെ ഈ ഒരു ബദീജേക്കോ ദേദീതി ഹേ. ബദീജെ മീൻസ് എന്താ അറിയോ, മരുമകൻ എന്നുള്ള അർത്ഥമാണ്. മരുമകൻ ഞാൻ പറഞ്ഞു എന്താണ്, സഹോദരിയുടെയോ അല്ലെങ്കിൽ സഹോദരന്റെയോ മകനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബദീജെ എന്ന് പറയുന്നത്. ആ വാക്ക് പഠിച്ചു വെക്ക് കേട്ടോ. ഇവിടെ ബദീജന്റെ പേരെന്താണ്, ബുദ്ധിറാം കേട്ടോ. ബുദ്ധിറാമിനെയും രൂപേനെയും നിങ്ങൾ മറന്നു പോകരുതേ, അടിപൊളി ടീംസ് ആണ്. അപ്പൊ നോക്കി എന്താണ്, ഈ അപ്പനെ ബേട്ടയ്ക്ക് മൃത്യുക്ക് ബാദ് ബൂഡിക്കാക്കി എന്ത് ചെയ്തു, സാരി സമ്പത്തി മുഴുവൻ സമ്പത്ത് അങ്ങനെ പഠിച്ചുകൂടെ നിങ്ങൾക്ക്. ബദീജയ്ക്കോ ദേ ദേത്തി ഹേ, ബദീജയ്ക്ക് കൊടുക്കുവാണ്. ഇനി ആകെ 4 പോയിന്റും കൂടെ ഉള്ളു, അപ്പത്തേക്ക് നമ്മുടെ ബൂഡിക്കാക്കി കഴിയും കേട്ടോ. നോക്കാം, സമ്പത്തി മിൽനേക്ക് ബാദ്, ഈ സമ്പത്തൊക്കെ ഉണ്ടല്ലോ, ഈ സമ്പത്തൊക്കെ നമ്മുടെ ഈ ഒരു സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ മിൽനേക്ക് ബാദ് ലഭിച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഇവരെന്ത് ചെയ്തു, ബുദ്ധിറാം ഒരു രൂപ ബൂഡിക്കാക്കി ക അപമാൻ ഒരു തിരസ്കാര കർണയിലേക്ക്. ഇത് കിട്ടിയതിന് ശേഷം അവരുടെ മൊത്തത്തിൽ എന്ത് ചെയ്തു, അവരുടെ മൊത്ത സ്വഭാവം അങ്ങനെ മാറുകയാണ്. ബൂഡിക്കാക്കിയെ അപമാനിക്കാനും, തിരസ്കാരം എന്ന് വെച്ചാൽ പുച്ഛിക്കാന്നുള്ള അർത്ഥം കേട്ടോ. എന്താണ്, പുച്ഛമാണ്, പുച്ഛിക്കാനും എന്ത് ചെയ്യാണ്, തുടങ്ങുവാണ്. ആര്, നമ്മുടെ ഈ ബുദ്ധിറാം രൂപയോ കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഇതിൽ പറയേണ്ടത്, അവർക്ക് വയറ് നിറച്ചും ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് അവർ കൊടുക്കില്ലായിരുന്നു. ഒറ്റ ചപ്പാപ്പ് ഒരു റോട്ടിയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു റോട്ടി കൊടുക്കും, അത്ര മതി, അത്ര നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറയൂ കേട്ടോ. അപ്പൊ നോക്കാം, വേനെ ബർപേട്ട് ഭോജൻ ബി നെഹി ദേത്തെ. ബർപേട്ട് എന്ന് വെച്ചാൽ എന്താണ്, വയറ് നിറയെ എന്നുള്ള അർത്ഥം കേട്ടോ. നോക്കാം, ആ വാക്ക് പഠിക്കണേ. വയറ് നിറയെ എന്ത് കൊടുക്കാറില്ല, ഫുഡ് പോലും കൊടുക്കാറില്ല. ആര്, നമ്മുടെ ഈ ടീംസ് രൂപയും ബുദ്ധിറാമും കേട്ടോ. അപ്പം നോക്കുക, ഈ ബുദ്ധിറാമ് സ്വത്തുക്കൾ എടുത്തതും അതൊക്കെ ആലോചിക്കും കേട്ടോ മക്കള്. ബുദ്ധിറാം കി ചോട്ടി ബേട്ടി ലാഡ്ലിക്കോ ബൂഡിക്കാക്കി ബഹോത് പസന്തി. ഞാൻ പറഞ്ഞു എന്താണ്, ആ ചോട്ട കുട്ടിയില്ലേ, നമ്മുടെ ആ ഒരു ചെക്കനല്ല, പെൺകുട്ടി അല്ലേ, പെൺകുട്ടിയുടെ പേര് ലാഡ്ലി. ആ പേര് ആലോചിച്ചു കേട്ടോ. എന്റെ പേരെന്താണ്, ലാഡ്ലി. ഈ ലാഡ്ലിക്ക് ബൂഡിക്കാക്കി ബഹോത് പസന്തി, ബൂഡിക്കാക്കിയെ വളരെ എന്താണ്, ഇഷ്ടമാണ്. ആർക്ക്, ലാഡ്ലിക്ക് മാത്രമേ എന്താണ് ഇവിടെ ഇഷ്ടമുള്ളൂ, നമ്മുടെ ബൂഡിക്കാക്കി കേട്ടോ. ഇസ്ലിയെ വഹുസ്കി ദേഖ്ഭാൽ കർത്തീത്തി, അതുകൊണ്ട് അവൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഈ ഒരു ബൂഡിക്കാക്കിയെ ദേഖ്ഭാൽ കർത്തീത്തി. ദേഖ്ഭാൽ കർണ വെച്ചെന്താണ്, പരിപാലിച്ചിരുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. അതായത് വെള്ളം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ആരായിരുന്നു, നമ്മുടെ ഈ കുഞ്ഞുമോളായിരുന്നു അല്ലെ, പരിപാലിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, അവിടെ വരെയുള്ളൂ നമ്മുടെ ബ്ലർബിൽ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എന്താണ്, ആ ഫംഗ്ഷൻ നടന്ന കാര്യമോ പിന്നീട് രൂപയുടെ ആ സ്വഭാവം മാറിയതോ അതൊന്നും നമ്മുടെ ബ്ലർബിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബ്ലർബ് ഇത് ഇങ്ങനെ അവസാനിക്കും, ലാഡ്ലിക്ക് ഇഷ്ടമാണ്, ലാഡ്ലിയാണ് പരിപാലിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബ്ലർബ് ഇവിടെ അവസാനിക്കും. നോക്കുക, പ്രേംചന്ദ് की कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. പ്രേംചന്ദിന്റെ കഹാനിക്ക് ഗുൽസാർ എഴുതിയിട്ടുള്ള സംവേദനശീൽ എന്ന് വെച്ചാൽ ഇമോഷണൽ എന്നുള്ള അർത്ഥം കേട്ടോ. ഇമോഷണൽ ആയിട്ടുള്ള, മനസ്സിനെ
തട്ടുന്ന ലഘു ഫിലിമാണ്. ലഘു ഫിലിം മീൻസ് എന്താണ്? ഷോർട്ട് ഫിലിമാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഒരു വലിയൊരു സിനിമയാണോ ചോദിച്ചാൽ അല്ല, ഇതൊരു ലഘു ഫിലിമാണ്. ഷോർട്ട് ഫിലിം ആയിട്ട് മക്കൾ കാണാം കേട്ടോ. ഒരു ഷോർട്ട് ഫിലിമാണ്, വലിയ സിനിമയൊന്നും അല്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റും, യൂട്യൂബിലുണ്ട്, എന്തായാലും കാണണം, കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണത്. അപ്പൊ നോക്കാം, പ്രേംചന്ദ് കി കഹാനി പർ ഗുൽസാറിന്റെ എന്തെന്നാ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഗുൽസാർ എന്നുള്ള വാക്ക് ആലോചിക്കാം. സംവേദൻശീൽ ഓർ മാർമിക്. ഈ ഒരു 2 വാക്ക് എന്റെ മക്കൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും സ്വന്തമായിട്ട് ബ്ലർബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏത് സിനിമയുടെ, ഏത് കഹാനിയുടെ, ഏത് സ്റ്റോറിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിന്റെ റിവ്യൂ ചോദിക്കുവാണെങ്കിലും, ചിലപ്പോൾ എഴുതാൻ വേണ്ടി ചോദിക്കാം എക്സാമിന്, ചോദിക്കുവാണെങ്കിലും എന്റെ മക്കൾ പേടിക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഈ ലാസ്റ്റ് എൻഡിങ്ങിൽ എല്ലാത്തിനും ഇങ്ങനെ എഴുതുക. ആരാണോ എഴുതിയിട്ടുള്ളത് എന്നിട്ട് പറയാ ഇതൊരു സംവേദനശീലായിട്ടുള്ള മാർമികമായിട്ടുള്ള എന്താണോ തന്നിട്ടുള്ളത് അത് എഴുതുക. അപ്പൊ ഈ ഒരു 2 വാക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാത്തിലും എടുത്തിട്ട് എഴുതാം കേട്ടോ. സംവേദനശീൽ, ഇമോഷണൽ ആയിട്ടുള്ള, മാർമിക്, മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ എഴുതാനുള്ളത് അതുപോലെ എഴുതി വെച്ചാൽ മതി. ഇത് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ പഠിക്കുക. ഈ ഒരു 8 പോയിന്റിൽ നമ്മുടെ ഈ ഫുൾ ബോഡി കാക്കിയുടെ ഈ ശസ്തി ബ്ലർബ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാഠം വായിച്ച് മക്കൾ എന്ത് ചെയ്യേണ്ട, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഓടിച്ച് വായിച്ച് പോയേ മതി. നമുക്ക് ഏകദേശം എല്ലാ ഐഡിയ അതിനെ കുറിച്ച് കിട്ടും കേട്ടോ. അപ്പൊ ഈ ബോഡി കാക്കി നിങ്ങൾക്ക് എന്താണ് അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ എന്താണ് സിനിമയും കാര്യങ്ങളൊക്കെ കാണിച്ച് പറഞ്ഞു തന്നു. അത് സിനിമ ഇനി കാണേണ്ട ആവശ്യമില്ല, കണ്ടതുപോലെ നമ്മൾ പറഞ്ഞും ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫുള്ള് കാര്യങ്ങളും നമ്മൾ ആ കടുകട്ടിയായിട്ടുള്ള ആ വാക്കുകളൊക്കെ സിമ്പിളാക്കി മക്കൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് എടുക്കാനുണ്ട്. ബോഡി കാക്കി നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് മക്കൾ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. ഓഫറിന്റെ മാത്രമല്ല മക്കൾ എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്റെ 2 പാർട്ടുകൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്നുണ്ട്. ഒന്നുമില്ല, ഇപ്പൊ ചില മക്കൾക്ക് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിഞ്ച ബാച്ചിൽ ഒന്ന് പോവാ. നിഞ്ച ബാച്ചിൽ പോയിട്ട് എന്ത് ചെയ്യുക, വെറുതെ നമ്മുടെ സൈലത്തിന്റെ ആ ആപ്പ് എടുത്താൽ മതി. ആ ആപ്പ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആ ആപ്പും കാര്യങ്ങളും, ഏതൊക്കെ ടീച്ചേഴ്സ് ഉണ്ടെന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 2 പാർട്ട് നമ്മുടെ ആപ്പിൽ കിടക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റി ക്ലാസ് ആണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായിക്കോളും. വേഗം ചേരാ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഫീ കാണുന്ന സമയത്ത് അത് 1 മാസത്തോട്ടാണ് തെറ്റിദ്ധരിക്കരുത്, 1 വർഷത്തോട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആ മാർച്ചിൽ എക്സാം കഴിയുന്നത് വരെ നിങ്ങളുടെ കയ്യിൽ ഈ ആപ്പ് ഉണ്ടാകും. എപ്പോൾ വേണമെങ്കിലും ഏത് ചാപ്റ്റർ വേണമെങ്കിലും മക്കൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് 1 വർഷം ഫുള്ള് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാൻസാണ് കിട്ടുന്നത്. ഡെയിലി നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊന്നും നമ്മൾ എന്താണ് ഒരു വിട്ടുവീഴ്ചയും വരുത്താറില്ല. നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നടത്താറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ചേരാത്ത മക്കൾ വേഗം തന്നെ ചേരാൻ വേണ്ടി നോക്കുക. നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് വരിക. നമ്മൾ അടിച്ച് പൊളിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നിഞ്ച ബാച്ചിലുള്ള മക്കൾക്ക് അറിയാം, നമ്മളൊക്കെ അടിപൊളിയായിട്ടാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, മക്കളും വേഗം വരിക. ചേരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വേഗം വരിക. പിന്നെ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. എക്സാം ഒക്കെ എടുക്കാറായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓണം എക്സാമിന് നിങ്ങൾ സഹായിക്കാൻ നിഞ്ച ബാച്ച് ഉണ്ടാവും, സൈലോ ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു ബാച്ചിൽ ചേരാൻ വേണ്ടി നോക്കാം. അപ്പൊ ബാച്ച് ചേർന്നിട്ട് അതിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ബൈ ബൈ.